നമ്മുടെ സമൂഹത്തിൽ ബാധിച്ച രോഗമാണ് വ്യാജവൈദ്യം. അതിൻ്റെ പ്രധാന കാരണം സമൂഹത്തിൻ്റെ അറിവില്ലായ്മയും തെറ്റിദ്ധാരണകളുമാണ്. ഒരു രോഗാവസ്ഥയെ എങ്ങനെ ചികിത്സിക്കുന്നു എന്നതുപോലെ ആമാവസ്ഥയാകുന്ന അറിവില്ലായ്മയെ അറിവ് കൊടുത്തുകൊണ്ട് ഭജിപ്പിച്ച് രോഗമാകുന്ന വ്യാജവൈദ്യത്തെ ശോധന ചെയ്ത് കളയേണ്ടത് ഓരോ ആയുർവേദ ഡോക്ടറുടെയും കർത്തവ്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ ഞങ്ങൾ ഈ കൊച്ചു ചിത്രം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. രാവിലെ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു മനുഷ്യ? നീ കണ്ടല്ലേ ഇന്നലെ രാത്രി ഞാൻ കിടന്ന് അനുഭവിക്കുന്നേ? നീ തന്നല്ലേ പറഞ്ഞത് പോയൊരു വൈദ്യനെ കാണാൻ? അപ്പോ ഒന്നും കഴിക്കുന്നില്ലയോ? അത് ഞാൻ വന്നിട്ട് കഴിച്ചോളാം. കുറുപ്പേ ഒന്ന് നിന്നേ. എന്താ ചേട്ടാ? ഇത് പുതിയ ഹോസ്പിറ്റലോ? ഞാൻ രാമകൃഷ്ണൻ വൈദ്യന്റെ മോനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. ഇനിയിപ്പോ ചന്ത വരെ പോകണ്ടല്ലോ, ഇവിടുന്ന് അങ്ങ് മരുന്ന് വാങ്ങിയേക്കാം. വൈദ്യന്റെ മകനോ? ആ കള്ളനടിക്ക് ആര് പോകും? കള്ളനോ? ചേട്ടാ, ക്വാളിഫൈഡ് ഡോക്ടർമാരെടുക്കാൻ പോയാൽ ആയുസ് എത്തി മരിക്കാം. ശരി ശരി, ഞാനൊന്ന് കയറിയിട്ട് വരട്ടെ. ശരി, കേറിട്ടോ. ഓക്കെ. എല്ലാം ഇതിലുണ്ട് ചേട്ടാ. മോളെ, ഡോക്ടറെ കാണാൻ വന്നേണോ? അല്ല അല്ല, ഈ വായുഗുളിയുണ്ടോ? ഉണ്ടല്ലോ. അല്ലേ വേണ്ട, ഒരു ദശമൂലാർഷ്ടം തന്നേരെ. ചേട്ടന് എന്താ അസുഖം? ഗ്യാസിന്റെ അസുഖ. ഇവിടെ ഒരു ഡോക്ടറുണ്ട്, പുള്ളിക്കാരിയെ കണ്ടിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുന്നതല്ലേ നല്ലത്. അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ. ഈ അരിഷ്ടം ഒരു 30 കല്ല് കഴിക്കുമ്പം ഇതങ്ങ് മാറും. അതിനിപ്പോ ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പച്ചമരുന്നും അരിഷ്ടവും കഴിച്ചാലേ ശരീരത്തിന് പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഏതാ ഈ സൈഡ് എഫക്റ്റേ? ഇവിടെ ആരാ ഡോക്ടർ? ഡോക്ടർ സുമംഗലാദേവി. എവിടെ ഉള്ളതാ? ഇവിടെ അടുത്തുള്ളതാ. റോഡ് ഇറങ്ങി വലതുവശത്തെ 3ാമത്തെ വീട്. അത് നമ്മുടെ സദാശിവ മാസ്റ്റർ വീടല്ലേ? അദ്ദേഹത്തിന്റെ മോളാണോ? അതെ. എന്നാ ഒന്ന് കണ്ടു കളയാം, ചെറുപ്പത്തിൽ കണ്ടതാ. ഇരിക്കേട്ടാ, വിളിക്കാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഒരു പേഷ്യന്റ് ഉണ്ട്, വരാൻ പറയൂ. യെസ് മാം. ഗുഡ് മോർണിംഗ്. സുമയ്ക്ക് എന്നെ മനസ്സിലായോ? ഗോപൻ ചേട്ടനല്ലയോ? വാ ഇരിക്കേ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. ലീവിന് വന്നതായിരിക്കും അല്ലയോ? വെറുതെ ഒരു മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ. ആർക്കപ്പം വെറുതെ ഒരു മരുന്നിന്റെ ആവശ്യം? എന്തു പറ്റി? കുറച്ചു നാളായി ഒരു ഗ്യാസിന്റെ പ്രോബ്ലം. എന്നാ പിന്നെ കുറച്ച് ദശമൂലാർഷ്ടം കഴിക്കാന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോഴാ താനാണ് ഇവിടുത്തെ ഡോക്ടർ എന്ന് അറിഞ്ഞത്. എന്നാ പിന്നെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. ആരാ ചേട്ടൻ ഈ മരുന്ന് പറഞ്ഞു തന്നെ? മുമ്പേതെങ്കിലും ഡോക്ടറെ കണ്ടിരുന്നോ? ഇതിനൊക്കെ പ്രത്യേകിച്ച് ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ മലയാളിയുടെ നിത്യജീവിതത്തിലുള്ളതല്ലേ, ഈ കുഴമ്പും കഷായമൊക്കെ. ചേട്ടൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. പണ്ടൊക്കെ ദിനചര്യകൾ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. എന്നാൽ ആയുർവേദം എന്ന് പറയുന്നത് വെറും പച്ചമരുന്നും തേച്ചുകുളിയാണെന്ന് ചേട്ടൻ വിചാരിക്കരുത്. അതുകൊട്ടെ, ചേട്ടന് ഗ്യാസിന്റെ പ്രോബ്ലം തുടങ്ങിയിട്ട് എത്ര നാളായി? വർഷം 5-6 ആയിടോ. ജോലിഭാരം, ടെൻഷൻ, കുടുംബം. അപ്പൊ ചേട്ടൻ ഡോക്ടർമാരെ ആരും ഇതുവരെ കാണിച്ചില്ലേ? അതിനൊന്നും മെനക്കെട്ടില്ല. കഴിഞ്ഞ വർഷം വന്നപ്പോ ഒരു വൈദ്യനെ കണ്ടു. തനിക്കറിയായിരിക്കും, നമ്മുടെ രാധാകൃഷ്ണൻ വൈദ്യന്റെ കൊച്ചുമോൻ. രാധാകൃഷ്ണൻ വൈദ്യർക്ക് നല്ല വൈപുണ്യമായിരുന്നു. മനസ്സിലായി. അവൻ നാട് വിട്ട് ബോംബെയിലും കണ്ടല്ലായിരുന്നോ? 10-20 കൊല്ലം നോർത്തിൽ എവിടെയോ ആയിരുന്നു. നാട്ടിൽ വന്ന് വെറുതെ ഇരുന്നപ്പോ തുടങ്ങിയതാ വൈദ്യശാല. വെറുതെ ഇരിക്കുമ്പോ തുടങ്ങാനുള്ളതാണോ വൈദ്യശാല? അയാളിപ്പോ വലിയ വൈദ്യനാ. എന്റെ പ്രശ്നം പറഞ്ഞപ്പോ ദേഹത്തൊക്കെ മർമാണി ചെയ്ത് പിടിച്ചിട്ടു. കുറച്ച് പച്ചമരുന്ന് തന്നു. പിടിച്ചിട്ടെന്നോ? എന്ത് പച്ചമരുന്നാ തന്നേ? അത്
6,000 രൂപ ഒരു പിടിച്ചിടിയിലിന്. ആര് വന്നാലും പിടിച്ചിടും. ഉം. പിന്നെ ഒരു പച്ചമരുന്നും. ഉം. ഒറ്റമൂലിയാണത്രേ. അത് കഴിച്ചാൽ ഒരു 90 അടിച്ച ഫീല. അതൊക്കെ പോട്ടെ, ഞാനൊന്ന് നോക്കാം. ഇവിടെ വേദനയുണ്ടോ? ഇവിടെ ശ്വാസം വലിച്ചുവിട്. ആ, ഗ്യാസ് ട്രബിൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഞാൻ കുറച്ച് ടെസ്റ്റുകൾക്ക് എഴുതി തരാം. ആദ്യമേ അസുഖം എന്താന്ന് കണ്ടുപിടിച്ച ശേഷം നമുക്ക് മരുന്ന് കഴിക്കാം. എണീറ്റോ. ചേട്ടന്റെ ആഹാരക്രമങ്ങളൊക്കെ എങ്ങനെയാ? തിരിഞ്ഞു കടിക്കാത്ത എന്ത് ഞങ്ങൾ കഴിക്കും. പിന്നെ ഞങ്ങളുടെ പ്രവാസികളുടെ ഭക്ഷണമായ കുബൂസും ജലൂസിലും. പിന്നെ ഷുഗറിനും പ്രഷറിനും വേറെ ഉണ്ട്. ഇതൊന്നും വൈദ്യരോട് പറഞ്ഞില്ലയോ? പറഞ്ഞു. എന്നിട്ട്? ഒന്നും പേടിക്കണ്ട, എല്ലാം നിർത്തി പച്ചമരുന്ന് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒറ്റമൂലി സിദ്ധൌഷധമാണത്രേ. അത് കൊള്ളാം. ഞാൻ കുറച്ച് മരുന്നുകൾ തരാം. അതൊക്കെ ഞാൻ പറയുന്ന പോലെ കഴിക്കണം. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇപ്പോ തന്നെ തന്റെ മുമ്പിൽ വന്ന് പെട്ടതുപോലായി. അതുകൊണ്ട് ചേട്ടൻ രക്ഷപ്പെട്ടു. ഞാൻ എന്തായാലും വെറുതെ വൈദ്യശാല തുടങ്ങിയതല്ലോ. ഞാനിനി ഒറ്റമൂലി കഴിക്കണ്ടെന്നാണോ സുമ പറയുന്നത്? ഇനി ചേട്ടൻ ഈ മരുന്ന് കഴിച്ചാ മതി. വല്ല മദ്യപാനോ സിഗരറ്റ് വലിയോ വല്ലതും ഉണ്ടോ? പണ്ടില്ലായിരുന്നു. ഇപ്പൊ 2 അടിക്കും. അടിച്ചാ ഒരെണ്ണം വലിക്കും. അപ്പൊ അതും തുടങ്ങിയോ? ഞാൻ പറയുന്ന ചില പഥ്യങ്ങൾ പാലിക്കണം. പഥ്യമെന്ന് പറയുന്ന കേട്ട് പേടിക്കൊന്നും വേണ്ട. ചില ജീവിതശൈലി ക്രമീകരണങ്ങളാ. ഓ ശരി ശരി. ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. ആഹാരം തന്നെയാണ് ഏറ്റവും നല്ല മരുന്ന്. ഞാൻ ഇതിന്റെ അകത്തെല്ലാം വിശദമായിട്ട് എഴുതുന്നുണ്ട്. പഥ്യം പാലിച്ച് ഇതിലെഴുതിയിരിക്കുന്ന മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കഴിക്കണം. 30 ദിവസം കഴിഞ്ഞ് ഇതിലെഴുതിയിരിക്കുന്ന ടെസ്റ്റുകളെല്ലാം നടത്തിയ ശേഷം എന്നെ വന്നൊന്ന് കാണണം. ശരി ശരി ശരി. മോളെ ഡോക്ടറുണ്ടോ? ഇരിക്കൂ, ഇപ്പൊ വരും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗോപൻ ചേട്ടനോ? സ്മാർട്ട് ആയല്ലോ അങ്ങ്. എന്താ പതിവില്ലാത്തൊരു ഡോക്ടർ വിളിയൊക്കെ? നീയാ സുമ എന്നെ സത്യത്തിൽ രക്ഷിച്ചത്. ടെസ്റ്റ് റിസൾട്ട് ഒന്ന് കാണട്ടെ. എല്ലാം നോർമലായല്ലോ. നന്നായി. ചേട്ടന്റെ ശാരീരിക അവസ്ഥയ്ക്കനുസരിച്ച് ഞാൻ ചില ജീവിതക്രമങ്ങൾ പറഞ്ഞു തന്നു. ചേട്ടൻ അത് ഫോളോ ചെയ്തു. അതുകൊണ്ടാണ് ചേട്ടൻ ഇത്ര ഹെൽത്തി ആയിരിക്കുന്നത്. ഇപ്പൊ ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇതാരാ? ഇതെന്റെ ഒരു സുഹൃത്താ. നിന്നെ കാണാൻ വന്നതാ. യവനും വൈദ്യരുടെ ഒരേരയാ.